ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെട്ട് പാകിസ്ഥാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയേട്ടൻ ചമഞ്ഞ് മധ്യസ്ഥത വഹിക്കാൻ പോയ പാകിസ്ഥാന് ഇറാൻ നൽകിയത് കനത്ത പ്രഹരമാണ്. നിങ്ങളെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടയും താനും എന്ന് പറഞ്ഞ് പാകിസ്ഥാന് ഓടാനുള്ള കണ്ടം കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് വേദിയാകാമെന്ന പാകിസ്ഥാന്റെ വാഗ്ദാനം ടെഹ്റാൻ പാടെ തള്ളിക്കളഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുംബൈയിലെ ഇറാന്റെ കോൺസുലേറ്റ് ജനറലാണ് പാകിസ്ഥാന്റെ ഊതിപ്പെരിപ്പിച്ച സകല വാദങ്ങളുടെയും കാറ്റുകുത്തിവിട്ടത്. അമേരിക്കയുമായി തങ്ങൾ യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല എന്നും ഇത്തരം ഇടനിലക്കാർ വഴി വരുന്നത് അതിരുവിട്ടതും ന്യായീകരിക്കാനാവാത്തതുമായിട്ടുള്ള ആവശ്യങ്ങളാണെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനേക്കാൾ പാകിസ്ഥാനെ നാണം കെടുത്തിയത് ഇറാന്റെ അടുത്ത പരാമർശമാണ്. പാകിസ്ഥാൻ നടത്തുന്ന ചർച്ചാവേദികൾ അവരുടെ മാത്രം കാര്യമാണെന്നും അതിലൊന്നും ഇറാൻ പങ്കെടുത്തിട്ട് പോലും ഇല്ലെന്നും കോൺസുലേറ്റ് ജനറൽ അസന്നിഗ്ധമായി തുറന്നടിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷക് ദർ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ചില അബദ്ധ പ്രസ്താവനകളാണ് ഇറാന്റെ ഈ പ്രതികരണത്തിന് ആധാരം. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. താനും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇറാൻ സർക്കാരിലെ മുതിർന്ന മന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അമേരിക്കൻ ഭരണകൂടവുമായി സജീവ ചർച്ചകൾ നടത്തിയെന്നുമൊക്കെ ആയിരുന്നു പാക് മന്ത്രിയുടെ വീരവാദം. ഇസ്ലാമാബാദിൽ സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ ഈ ഒരു പ്രഖ്യാപനം. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ പറയുന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇറാന്റെയോ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ഒരു പ്രതിനിധി പോലും പങ്കെടുത്തിരുന്നില്ല എന്നതാണ്. തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ നുഴഞ്ഞു കയറി ആ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പാർട്ടികളുമായി ചർച്ച നടത്തി ആളാവാൻ നോക്കിയതാണ് ഇപ്പോൾ പാകിസ്ഥാന് അങ്ങേയറ്റത്തെ നാണക്കേടായി മാറിയിരിക്കുന്നത്. സമാധാനത്തിനായുള്ള പ്രാദേശിക അഭ്യർത്ഥനകൾ സ്വാഗതാർഹമാണെങ്കിലും പ്രശ്നങ്ങൾ ആരാണ് തുടങ്ങിയതെന്ന് ഓർക്കണമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് കൂടിയാകുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. സ്വന്തം രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിരിക്കെ ലോകത്തിന് മുന്നിൽ വലിയവനാകാൻ ശ്രമിച്ച പാകിസ്ഥാന് അർഹിച്ച മറുപടി തന്നെയാണ് ലഭിച്ചത്. ചുരുക്കത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഇടനിലക്കാരനാകാൻ പോയ പാകിസ്ഥാന്റെ മുഖത്തടിച്ചിരിക്കുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.